please come. Good spirit, please come. Good spirit. ഞങ്ങൾ ഓജോ ബോർഡ് ഗെയിം ചെയ്ത ടൈമിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്, അതായത് എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ അവിടെ എന്തോ ഒരു പവർ ഉണ്ടായിരുന്നു, മീൻസ് ഒരു ആത്മാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തായിരുന്നു. അപ്പം നമുക്കറിയാലോ, നമ്മൾ എത്രയാണേലും മാറ്റുമ്പോഴത്തേക്കിനും ഒരു മിനിമം സ്പീഡ് ഉണ്ടാവും, ആ സ്പീഡിനേക്കാളൊക്കെ അപ്പുറത്തായിരുന്നു അത്. സോ ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ ഒരു ആത്മാവിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് തന്നെ. നമസ്കാരം. ഓജോ ബോർഡിൽ കളി തന്നെ കളി. ഇരിക്കേ. എന്നിട്ട് ആത്മാവ് വന്നോ? ആത്മാവ് വന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? അതാണ് അതിൻ്റെ വാസ്തവം. ഈ ഓജോ ബോർഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ രാത്രി 12 മണിക്ക് ശേഷം കോളേജ് ഹോസ്റ്റലിൽ മെഴുകുതിരി ഉണ്ടെങ്കിൽ അവിടെ ഓജോ ബോർഡ് കളിച്ചിരിക്കും. മെഴുകുതിരി വെട്ടമുണ്ടെങ്കിൽ. എത്രയോ കുട്ടികൾ ഇങ്ങനെ ഈ ഓജോ ബോർഡിൽ കളിക്കുന്നതിൻ്റെ പേരിൽ വളരെയധികം ഡിപ്രസ്ഡ് ആവുകയും അവർ പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോവുകയും കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും പരീക്ഷയിൽ തോൽക്കുകയും ലക്ഷ്യം മാറിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇതൊരു ഇൻ്റർനാഷണൽ പ്ലേ ആണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കളി ഉപയോഗിച്ചുകൊണ്ട് ആരുടെയോ തലയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തോന്നിയിട്ടുള്ളൊരു കുസൃതിയാണ് ഈ ഓജോ ബോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരാത്മാവും വരുന്നില്ല. ഇത് വെറുതെ നമ്മുടെ മനസ്സിൻ്റെ തോന്നലാണ്. ഐഡിയോ മോട്ടോർ മെക്കാനിസം എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഈ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു കമ്പനിയാണ്, ചൈനയിലാണ് ഇതുണ്ടായത്. അതിനുശേഷം അമേരിക്കയിൽ ഒരു വലിയ ഫാക്ടറി ഓജോ ബോർഡിന് വേണ്ടി ഉണ്ടായി. ഈ ഫാക്ടറി പിന്നീട് ഒരു ബിസിനസ്സായിട്ട് മാറി. അവർ ഒരു ഫാക്ടറിയിൽ നിന്ന് 2 ഫാക്ടറിയിലേക്കും പിന്നീട് 3 ഫാക്ടറിയിലേക്കും വളർന്നു. ഇതിനെപ്പറ്റി 2 സിനിമയുണ്ടായി. ആ സിനിമ ഹോളിവുഡിലുണ്ടായി, വൻ ഹിറ്റായി. ഇതോടുകൂടി ജനങ്ങൾ മുഴുവൻ, ലോകത്തുള്ള ആളുകൾ മുഴുവൻ വിശ്വസിക്കാൻ തുടങ്ങി, ആത്മാവ് വരുന്നുണ്ട്, നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ വിളിച്ചു വരുത്താൻ സാധിക്കുമെന്നൊക്കെ ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. കാലം ചെന്നു, നമ്മുടെ മലയാളത്തിലും ഒരു സിനിമയുണ്ടായി. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഹോസ്റ്റലുകളിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഇതിന് അഡിക്റ്റാണ് പലപ്പോഴും. അതിൻ്റെ പേരിൽ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും സൂയിസൈഡ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? പരീക്ഷയിൽ തോൽക്കുന്നു, നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു, ഒരു ആത്മാവും വരുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാജിക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആത്മാവിനെ വിളിക്കാം അല്ലേ? നിങ്ങളെന്താ പറയുന്നത്? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മാവ് എങ്ങനെ ഈ റൂമിൽ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. റെഡി? ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ആ ഒരു ഗ്ലാസ് എടുക്കാമോ? ഓക്കെ, ഈ ഗ്ലാസ് ഇതിനകത്തൂടെ ഇങ്ങനെ പിടിച്ചു. ഇത് നമുക്ക് അടയ്ക്കാം. ഒരു സ്പിരിറ്റും കയറാത്ത രീതിയിലേക്ക് അടയ്ക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും ക്ലോസ് ആണല്ലേ? ഇവിടെയും ക്ലോസ് ആണ്, ഇവിടെയും ക്ലോസ് ആണ്, എല്ലായിടത്തും ക്ലോസ് ആണ്. ഇതിനകത്തേക്ക് സ്പിരിറ്റ് വരില്ല, പക്ഷേ ഇതിനകത്തേക്ക് സ്പിരിറ്റ് വരും. 3 തവണ നിങ്ങൾ സാധാരണ പറയുന്ന പോലെ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഇതിനകത്തേക്ക് വരും. കാണണോ? സോ റെഡി? Good spirit, please come. Good spirit, please come. Good spirit, please come. വന്നോ? സ്പിരിറ്റ് വന്നു, ഗ്ലാസിനെ തകർത്ത് പൊട്ടിച്ചെറിഞ്ഞു. കണ്ടില്ലേ? പക്ഷേ എൻ്റെ മക്കളെ, ഇതിനകത്ത് ഒരു സ്പിരിറ്റും ഇല്ല. ഇത് ഫുൾ മാജിക്, പ്യുവർ മാജിക്. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു പണ്ടൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ കേരളത്തിലെ വളരെ പ്രശസ്തയായിട്ടുള്ളൊരു സിനിമാ താരം, എൻ്റെ പ്രോഗ്രാമിൻ്റെ തൊട്ട് മുമ്പ് അവരുടെ പെർഫോമൻസ് ആയിരുന്നു. പെർഫോമൻസിന് മുമ്പ് അവർ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാറ്റടിച്ചാൽ നിലവിളക്ക് കെട്ടുപോയി, അതിൻ്റെ തിരി കെട്ടുപോയി. പക്ഷേ അവരുടെ കോൺഫിഡൻസ് അതോടുകൂടി നഷ്ടപ്പെട്ടു. അവരന്ന് പെർഫോം ചെയ്ത എല്ലാ പെർഫോമൻസും പരാജയമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതാണ് കാര്യം. ഇത്തരം ഓജോ ബോർഡൊക്കെ കളിച്ച് നമ്മുടെ കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയിൽ നമ്മുടെ മാർക്ക് കുറയും, ജീവിതത്തിൽ നമ്മുടെ മാർക്ക് കുറയും, ജീവിതത്തിൻ്റെ വിജയം നമുക്ക് കുറയും, ഇതൊക്കെ ഉണ്ടാവും. ഞാൻ ഈ ഐഡിയോ മോട്ടോർ മെക്കാനിസം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഡോക്ടർ LR മധുജൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാം. അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞു തരും എന്താണ് അത് എന്നുള്ള കാര്യം. പോവാം. നമസ്കാരം. ഇരിക്കും. സുഖം? ഒരു ചെറിയ പ്രശ്നം മക്കളെ. ഇതാണ് ഞാൻ പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ LR മധുജൻ. സംശയം ഇതാണ്, ആത്മാവ് വിളിച്ചാൽ വരുമെന്നും ആത്മാവുണ്ട് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഓജോ ബോർഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു മനഃശാസ്ത്രജ്ഞന് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയത്തിന് ഉത്തരം അദ്ദേഹം പറയും. ആത്മാവുണ്ടോ? അങ്ങനെ ആത്മാവുണ്ടെങ്കിൽ വളരെ എളുപ്പമല്ലേ?
നമുക്ക് ഏതെല്ലാം ആത്മാവിനെ വിളിച്ചു വരുത്താം, ഏതെല്ലാം ക്രൈം നമുക്ക് തെളിയിക്കാൻ പറ്റും അല്ലേ. അതുമാത്രമല്ല ഐൻസ്റ്റീൻ്റെയോ ഐസക് ന്യൂട്ടൻ്റെയോ ഒക്കെ ആത്മാവിനെ നമുക്ക് വിളിച്ചു വരുത്താൻ കഴിയുമെങ്കിൽ ഇനിയും എത്രയെത്ര പരീക്ഷണങ്ങളും എത്രയെത്ര സിദ്ധാന്തങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അങ്ങനെയൊന്നും വിളിച്ചു വരുത്താൻ കഴിയില്ല. ഈ നിങ്ങൾ പറയുന്ന ഓജോ ബോർഡിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവുന്നു. ആ അന്തരീക്ഷത്തിലിരുന്ന് നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ തോന്നലുകൾ ഒക്കെ അതിനകത്തൊരു ഒരു അന്തരീക്ഷം വരുമ്പോൾ നമുക്കൊരു ഫീല് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഐഡിയോ മോട്ടോർ മെക്കാനിസം എന്ന് പറയും. എന്ന് വെച്ചാൽ ചില കോശങ്ങൾ, തലച്ചോറിലെ ചില കോശങ്ങൾ ആ അന്തരീക്ഷത്തിൽ ഉറങ്ങുന്നു, ചിലത് ഉണരുന്നു. നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഏതോ ഒരു അദൃശ്യ ശക്തി ഈ കോയിനെ നീക്കി കൊണ്ടുപോവുകയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. വാസ്തവത്തിലല്ല, നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നീക്കി കൊണ്ടുപോകുന്നത്. ഇത് ശരിക്കും ഇതിലൊന്നും വിശ്വാസമില്ലാത്ത, ഈ അന്തരീക്ഷവുമായി ബന്ധപ്പെടാത്ത വേറെ ഒരാളിനും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് നീക്കാനായിട്ട് കഴിയില്ല. ആത്മാവുണ്ടെന്നും, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ദുർബലമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ ഫീല് വരുന്നുള്ളൂ. നല്ല കരുത്തുള്ള ഒരാളാണ്, നല്ല മാനസിക ആരോഗ്യമുള്ള ഒരാളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ കോയിൻ നീങ്ങില്ല, അഥവാ നീങ്ങിയാൽ ഞാൻ തന്നെയാണ് നീക്കിയതെന്ന് അയാൾ പറയുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ചെയ്യുന്നുവെന്ന് നമുക്ക് ഫീൽ ചെയ്യാതെ പോകുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ തലച്ചോറിൻ്റെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അല്ലാതെ ആത്മാവുമില്ല, ഒന്നുമില്ല. മനുഷ്യനേ ഉള്ളൂ, മനുഷ്യൻ്റെ മനോശക്തിയേ ഉള്ളൂ, മനുഷ്യൻ്റെ കരുത്ത് മാത്രമേ ഉള്ളൂ, മനുഷ്യൻ്റെ സ്വാധീനം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാത്മാവുമില്ല. അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ, അന്ധമായ വിശ്വാസങ്ങളിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുവച്ച് ദുർബലമാവുകയല്ല നിങ്ങൾ കുട്ടികൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് പെൺമക്കൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശിരസ്സുയർന്ന് നിൽക്കണം. ശിരസ്സുയർന്ന് നിൽക്കണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള മനസ്സും ഉണ്ടായിരിക്കണം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇത് ഐഡിയോ മോട്ടോർ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അല്ലാതെ ഒരു കാരണവശാലും ആത്മാവെന്ന് പറയുന്നൊരു കാര്യമില്ല. ആത്മാവെന്ന് പറയുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ വിരൽ വെക്കാത്തതിന് കോയിൻ വേണമെങ്കിൽ ആത്മാവിന് വന്ന് നീക്കാം. അപ്പോൾ നമ്മൾ വിരൽ വെക്കാത്തിടത്തോളം ഈ കോയിൻ ഒരിക്കലും നീങ്ങില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് മാത്രമാണ്. ഈ രാത്രി സമയങ്ങളിൽ ഓജോ ബോർഡ് കളിച്ചിരിക്കാതെ ആ സമയത്ത് നന്നായിട്ട് പഠിക്കുക. മനസ്സിലായില്ലേ? വെളിച്ചം കത്തിച്ച് വെച്ച് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ കോൺഫിഡൻസിനെ നമ്മളായിട്ട് നശിപ്പിക്കാതിരിക്കുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പുസ്തകങ്ങളിൽ ശ്രദ്ധിച്ച് ഓജോ ബോർഡൊന്നും കളിച്ചിരിക്കാതെ ആത്മാവിനെ വിളിച്ചു വരുത്താതെ നമ്മളാണ് എല്ലാം എന്നുള്ള ബോധത്തോടു കൂടി ശക്തമായിട്ട് മുന്നോട്ട് പോവുക. ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള